എറണാകുളം എളങ്കുന്നപ്പുഴ കാളമുക്കിൽ സ്വകാര്യ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ കുടുംബം പെരുവഴിയിൽ. അസുഖബാധിതനായ കുട്ടിയും സ്ത്രീകളും ഉൾപ്പെടെ 4 പേരാണ് കഴിഞ്ഞ 3 ദിവസമായി വീട്ടുവരാന്തയിൽ കഴിയുന്നത്. വായ്പാ തിരിച്ചടവിന് സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇത് ഞങ്ങളൊന്ന് രക്ഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒരു നിവൃത്തിയില്ല. ലൈഫ് പദ്ധതി വഴി ലഭിച്ച വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ 2018 സ്വകാര്യ ബാങ്കിൽ നിന്ന് ഈ കുടുംബം വായ്പ എടുത്തത്. ആദ്യഘട്ടത്തിൽ കൃത്യമായിരുന്നു വായ്പാ തിരിച്ചടവ്. എന്നാൽ അസുഖബാധിതനായ കുട്ടിയുടെ ചികിത്സയും കുടുംബത്തിന്റെ ചിലവും കൂടിയായതോടെ തിരിച്ചടവ് മുടങ്ങി. ഏക വരുമാനമായിരുന്ന ജോലി കൂടി നഷ്ടമായതോടെ ഈ കുടുംബം പൂർണ്ണമായും ഇരുട്ടിലായി. ഞാൻ 2019 24 ഫസ്റ്റ് വരെ മുടങ്ങാതെ അടച്ച വ്യക്തിയാണ്. അത് ബാങ്കുകാർക്കും അറിയാം. പിന്നെ എനിക്ക് അടക്കാൻ നിവൃത്തിയില്ലാണ്ട് കൊച്ചിനെ കൊണ്ട് ഓടി നടന്ന് ആ ജോലി പോയി. കൊച്ചിനെ നോക്കണ്ടേ, അതിന് മരുന്ന് മേടിക്കണ്ടേ. ഒരാഴ്ച 2500 രൂപയുടെ മരുന്ന് അവന് വേണം. ആ മരുന്ന് കൊടുത്തില്ലേ കൊച്ചിന്റെ വിധം മാറും. അവക്കാണെങ്കിലും ഫിറ്റ്സ് തന്നെ വേണമാണ്. അതിന് മരുന്ന് മേടിക്കണം. ഞാൻ മരുന്നിലാണ്, എൻ്റെ അനിയത്തി മരുന്നിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടും. പക്ഷെ ഇതുങ്ങൾക്ക് രണ്ടുപേരും കിട്ടൂല, പുറത്തുനിന്ന് തന്നെ മേടിക്കണം മരുന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. നിവൃത്തിയുടെ കൊണ്ടാണ്. കഴിഞ്ഞ 3 ദിവസമായി വൃക്കരോഗിയായ കുട്ടിയുമൊത്ത് ഈ സ്ത്രീകൾ വീട്ടുവരാന്തയിലാണ് കഴിയുന്നത്. പ്രദേശവാസികൾ നൽകുന്ന ഭക്ഷണവും വെള്ളവും കഴിച്ചാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുകൂല നടപടി വേണമെന്ന് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത സനിൽ ആവശ്യപ്പെട്ടു. ഈ 3 സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിൽ തലചായ്ക്കാൻ അവർക്കൊരു ഇടമില്ലാതാകുക എന്നുള്ളത് വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇവിടെയാണ് മാനുഷികമായ ഒരു പരിഗണന നമ്മൾ സർക്കാരും പൊതുജനങ്ങളും കാണേണ്ടത്. അവരെ എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണം. ഈ കുടുംബത്തിന്റെ നിവൃത്തികേടൊന്നു മാത്രമാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങാൻ കാരണം. തങ്ങളുടെ ദുരവസ്ഥ കണ്ട് സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഓരോ രാത്രിയും വെളുപ്പിക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ അക്ഷയ്ക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.